ബിസിനസ് മാസ്റ്ററി ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ബിസിനസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ ചാനലിൽ എപ്പോഴും ബിസിനസ് പരമായ കാര്യങ്ങൾ മാത്രമായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ദിനേഷ് മുങ്ങത്ത്. ഞാൻ 25 വർഷമായി UAE-ലാണ്. ബിസിനസ്സാണ് എൻ്റെ പ്രധാനമായ പരിപാടി. ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്ങുകളും ബിസിനസ് ട്രെയിനിങ്ങുകളും ഒക്കെ നടത്തുന്നു. UAE-ലും ഇന്ത്യയിലും ഒക്കെയായി ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യുക എന്നും ബിസിനസ്സിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില ചിട്ടകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും ബിസിനസ് തോറ്റുപോയി എന്ന് പുനഃപരിശോധിച്ചാൽ അതിലെല്ലാം ഒരു കാര്യം മനസ്സിലാവും. അതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. നേരിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ചില ഉദാഹരണങ്ങളും ചില കാര്യങ്ങളൊക്കെ പല ക്ലാസ്സുകളിൽ പല രീതിയിൽ ഞാൻ പറഞ്ഞു പോകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം ബിസിനസ്സിൽ വളരെ പ്രാധാന്യമുള്ളത്. നിങ്ങളെല്ലാവരും ബിസിനസ് കാണുന്നവരാവാം, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാവാം, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്നവരാവാം. നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ബിസിനസ് പാളിച്ചകളുടെയും അല്ലെങ്കിൽ ബിസിനസ് ഗെയിന്റെയും രണ്ടിന്റെയും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ അതിനെ കാണുക, അല്ലെങ്കിൽ എങ്ങനെയാണോ അതിനെപ്പറ്റി ചിന്തിക്കുക, എങ്ങനെയാണോ അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുക, അതാണ് നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇത് മൊത്തത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതായിട്ട് അത് തന്നെ പറയാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ വെച്ചിട്ട് തന്റെ ബിസിനസ്സിനെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുക? ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ഇത് ഓരോ ദിവസങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സുമായി താല്പര്യമുണ്ട്, ബിസിനസ് അഭിവൃദ്ധിപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ആണ്, നിങ്ങൾ മാർക്കറ്റിംഗ് ആണ്, നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്റർപ്രണർ മൈൻഡ് സെറ്റ് ആണ്, ബിസിനസ്സിലേക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സ്ഥിരമായി കാണാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഐഡിയകൾ കൂടി ഞാൻ ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നതായിരിക്കും. കാരണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഇവിടെ തരുന്നതായിരിക്കും. തുടർ ദിവസങ്ങളിൽ ഇവിടെയുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും എനിക്കും കൂടുതൽ ഉയരാനും രണ്ടും സാധിക്കുന്ന രീതിയിലേക്കും ക്ലാസ്സുകൾ ഉണ്ടാവും. ഇന്നത്തെ വിഷയം, അപ്പോൾ ജസ്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തും. നല്ലതായാലും ചീത്തയായാലും എന്തായാലും ഞാൻ അക്സെപ്റ്റബിൾ ആണ്. എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ലോ ഓഫ് അട്രാക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് എങ്ങനെ ഒരു ബിസിനസ് ഗ്രോത്ത് ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, ഞാൻ സർട്ടിഫൈഡ് ട്രെയിനർ, അതിന്റെ പ്രിൻസിപ്പിൾ പറയുന്നത് വളരെ ലളിതമാണ്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി തീരുന്നു. ഇഷ്ടത്തെ ആകർഷിക്കുന്നു. അതേ പ്രിൻസിപ്പിൾ നമ്മൾ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലളിതമാണ്. നമുക്ക് എല്ലാവർക്കും ജീവിത മാർഗമാണ് ബിസിനസ് സക്സസ് ആവണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. ആ ആഗ്രഹം ഉണ്ടായാൽ തന്നെ ആഗ്രഹത്തെ റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്താൽ ദാറ്റ് വിൽ ബി ഈസി. ഇറ്റ് ക്യാൻ ബി ദെൻ, അല്ലെ? അപ്പൊ അത്രയും ലളിതമായി തന്നെ നമുക്കത് സാധ്യമാണ്. അതിന് ചെറിയ എഫേർട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് 1-2 വീഡിയോകൾ എങ്ങനെയാണ് ഒരു ബിസിനസ് സക്സസ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് വെച്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു. നല്ല വ്യൂസ് ചാനലിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാം ശ്രദ്ധയ്ക്ക് ഇത്തരം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരുന്നത്. ഇന്നൊരു തിയറിയാണ് പഠിപ്പിക്കുന്നത്. ഇന്നൊരു ഫോളോ ചെയ്യേണ്ട 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും നിത്യജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് സക്സസ് എന്നൊന്നും യാതൊരു തർക്കമില്ല. 5 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ക്വിക്കായിട്ട് കാര്യത്തിന് പോകാം, അധികം വലിച്ചു നീട്ടുന്നില്ല. നോക്കൂ, നമുക്കെല്ലാവർക്കും ബിസിനസ് ഉണ്ട്, പക്ഷേ ഒരു കാര്യം ഇല്ലാതെ പോകുന്നു. നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ, ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് ഒരു ക്ലാരിറ്റി ഓഫ് വിഷൻ ആൻഡ് ഗോൾ ഉണ്ടോ? നിങ്ങൾ ബിസിനസ് തുടങ്ങി, എന്തിന് തുടങ്ങി, എന്താവണം, ഈ വർഷം ആ ബിസിനസ്സിൽ എത്ര ഉണ്ടാവണം, അടുത്ത വർഷം എത്ര ഉണ്ടാവണം, പിന്നത്തെ വർഷം എത്ര ഉണ്ടാവണം എന്നതിനെ പറ്റി വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ട്. സോ ഹിയർ ഇസ് ദ പോയിന്റ്.
ഡിഫൈൻ എക്സാക്ട്ലി വാട്ട് യു വാണ്ട് ഫ്രം യുവർ ബിസിനസ്. എൻ്റെ പുസ്തകം ഉണ്ട്, ടു നോ യുവർ ബിസിനസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബിസിനസ്സിനെ അറിയൂ എന്ന് മലയാളത്തിലുണ്ട്. അത് താമസിയാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൽ പ്രത്യേകം പറയുന്നു ഒരു ഗോൾ ഡിഫൈൻ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിൽ ഒന്നാമത്തെ പോയിന്റ് ആണ്. കാരണം ഏത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എങ്ങോട്ടാ പോകുന്നത്, ഇത് എങ്ങോട്ട് പോകണം ബിസിനസ് എന്നതിന് ഐഡിയ ഇല്ലാതിരുന്നാൽ ബിസിനസ് വളരുകയില്ല, അല്ലെങ്കിൽ വളർന്ന ബിസിനസ് തകരാനും മതി. ഇത് രണ്ടും ഓർക്കുക. എക്സാക്ട്ലി യു ഹാവ് ടു സേ ഐ വാണ്ട് മോർ കസ്റ്റമർ എന്നാണ് ഉദ്ദേശമെങ്കിൽ, അല്ലെങ്കിൽ കുറെ കസ്റ്റമർ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നതിന് പകരം ഐ വോണ്ട് ടു അട്രാക്ട് 50 ന്യൂ ലോയൽ കസ്റ്റമർ എന്ന രീതിയിലേക്ക്, എനിക്ക് കച്ചവടം ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, എനിക്ക് ഇത്ര രൂപ ലാഭത്തിൽ നല്ല കസ്റ്റമർ ഉണ്ടാവണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വിഷൻ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത വർഷം എനിക്ക് 50 ലക്ഷം രൂപയുടെ ബിസിനസ് ഉണ്ടാവണം എന്ന രീതിയിൽ സെറ്റ് ചെയ്യണം ഗോൾ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് ഡൗൺ യുവർ ഡെയിലി ഡയറി ആൻഡ് ബ്രേക്ക് ഡൗൺ ദിസ് ആക്ഷൻസ് സ്റ്റെപ്സ് എന്ന് പറയും. അതായത് ആദ്യം നിങ്ങൾ എടുത്ത് പെന്നും പേപ്പറും എടുത്ത് ബുക്കിൽ എഴുതുക, ഈ വർഷത്തെ കച്ചവടം ഇത്ര രൂപ ആയിരിക്കണം. എന്നിട്ട് അതിന്റെ മാസത്തിലേക്കായിട്ട് ഈ മാസം ഇത്രയാണ്, ഈ മാസം ഇത്രയാണ്, ഈ മാസം ഇത്രയാണ് നമ്മൾ ചെയ്തു വെക്കണം. എന്നിട്ട് അതിന്റെ ദിവസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു അച്ചീവ്. ടേക്ക് ഇറ്റ് ഫ്രം മീ, ഞാൻ എല്ലാ മാസവും അച്ചീവ് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെയാണ്. ചെയ്തിട്ട് മാസങ്ങളെല്ലാം അച്ചീവ് ആയിട്ടുണ്ട്, എല്ലാം ഒന്നും പറയില്ല, 90% അച്ചീവ് ആയിട്ടുണ്ട്. ചെയ്യാത്ത മാസങ്ങളായിട്ടുമില്ല. ഇപ്പൊ തന്നെ ഉദാഹരണം പറയാം, ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഇത് എഴുതിയില്ല. ഫെബ്രുവരി മാസത്തിൽ എനിക്ക് ആ ബിസിനസ് നല്ല കുറവായിരുന്നു. ഈ മാർച്ച് മാസത്തിൽ ഞാൻ എഴുതി വെച്ചു. ഇനിയിപ്പോ 2-3 ദിവസം ആകുമ്പോഴേക്കും, 4ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നല്ല കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ടേക്ക് ഇറ്റ് ഫ്രം മീ സീരിയസ്ലി. രണ്ടാമത്തെ കാര്യം വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്, ആൻഡ് വിഷ്വലൈസേഷൻ ആൻഡ് മെന്റൽ റിഹേഴ്സൽ എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെയാണ് കച്ചവടം നടക്കുന്നതെന്ന് നമുക്ക് കണ്ണടച്ചിരുന്ന് കാണാൻ പറ്റണം, മുൻകൂട്ടി കാണാൻ പറ്റണം. ഇതെല്ലാവർക്കും സാധ്യമാണ്. ഇത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വന്നോളൂ, നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു തരാം ഇത് എങ്ങനെയാണെന്ന്. ബിസിനസ് 1-to-1 കോച്ചിങ് ഉണ്ട്, ബിസിനസ് മെന്റർഷിപ്പ് ക്ലാസ്സുകളുണ്ട്. ആഴ്ചയിൽ 2 ക്ലാസ്സുകളാണ് ലൈവ് നടക്കുന്നത്. ഈ ക്ലാസ്സിൽ എങ്ങനെ നമ്മുടെ ബിസിനസിന്റെ വിഷ്വലൈസേഷൻ ചെയ്യണമെന്ന് പഠിപ്പിക്കണം. സ്പീഡ് അപ്പ് നമ്മൾ എന്ത് വെച്ചാൽ വെറുതെ ഒരു 5 മിനിറ്റ് നേരം മാത്രം മതി. സ്പെൻഡ് എ ഫ്യൂ മിനിറ്റ്സ് ഡെയിലി വിഷ്വലൈസേഷൻ യുവർ ബിസിനസ് ഇംപ്രൂവ്മെന്റ്. രാവിലെ എഴുന്നേറ്റോ അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് 10 മിനിറ്റ് 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ഓരോ ഡീലിനെ നമുക്ക് ആലോചിക്കാം. ഞാനൊക്കെ പൊതുവെ ഒരു ഡീലിന് പോകുന്ന സമയത്ത് ആ ഡീലിനെ പറ്റി മുൻകൂട്ടി ആലോചിക്കും. ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും ഇതിന്റെ വ്യൂസ് എത്ര ഉണ്ടാവും എന്ന് ഞാൻ ഓൾറെഡി മുൻകൂട്ടി കണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് എത്താൻ പറ്റും. അതിന് അപ്പുറത്തേക്ക് പോകും ഈ സാധനം. അപ്പൊ ഇമാജിൻ യുവർ സക്സസ്ഫുൾ സെയിൽസ്, ഹാപ്പി കസ്റ്റമർ ആൻഡ് ഫൈനാൻഷ്യൽ അബൻഡൻസ്. നമുക്ക് മണി വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, കാണാൻ പറ്റണം. ഇറ്റ്സ് വെരി ഈസി ആൻഡ് പോസിബിൾ ടു ഫീൽ ദാറ്റ് എക്സൈറ്റ്മെന്റ്. ആ എക്സൈറ്റ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യുക, ആൻഡ് കോൺഫിഡൻസ് ഓഫ് റീച്ചിങ് യുവർ ഗോൾസ്. ഇത് വളരെ ലളിതമായി നമുക്ക് ചെയ്യാം. അത്രയും സ്റ്റെപ്പ് ഒരു 5 മിനിറ്റ് രാവിലെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. റെഡി ടു ഡു ദാറ്റ്? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്തു, സാർ ഐ എം റെഡി ടു ഡു ദാറ്റ്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയും. മൂന്നാമത്തെ കാര്യം അഫ്രിമേഷൻ ആൻഡ് സെൽഫ് ടോക്ക് എന്ന് പറയും. അഫ്രിമേഷൻ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തേണ്ടത് നമ്മളെ തന്നെ ഉത്തരവാദിത്വം. ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ഫുൾ എനർജറ്റിക് ആയിരിക്കും. ഒരു ബിസിനസ് ചെയ്യുന്ന ആളെന്ന് വെച്ചാൽ ഫുൾ എനർജറ്റിക് ആയിരിക്കണം. അപ്പോൾ നമ്മളെ തളർത്താനായിട്ട് 100 കാര്യങ്ങളുണ്ടാവും. അതിനുവേണ്ടി സെൽഫ് അഫ്രിമേഷൻസ് എടുത്തുകൊണ്ട് സെൽഫ് ടോക്കുകൾ ചെയ്തുകൊണ്ട് എന്നെ കൊണ്ട് പറ്റും, എനിക്കത് സാധ്യമാണ്, ഞാനിത് ചെയ്യും എന്ന് നിത്യജീവിതത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ ഡീല് വരുമ്പോഴും, ഒരു കസ്റ്റമർ എൻക്വയറി വരുമ്പോഴും, ഒരു കസ്റ്റമർ നമ്മളടുത്ത് വിളിക്കുമ്പോഴും നമ്മൾ പറയും ഇയാളെ ഞാൻ ഇന്ന് ശരിയാണ്, ഇയാളെ ഇന്ന് ഞാൻ കുപ്പിയിൽ ഇറക്കിയിട്ടേ കാര്യമുള്ളടോ എന്ന് പറയുന്ന രീതിയിലേക്ക് ഞാൻ സെയിൽസ് പഠിപ്പിക്കാൻ പോകുമ്പോൾ കൃത്യമായി പറയും. നമ്മളൊക്കെ പ്രാക്ടീസ് എടുത്ത ഒരു കസ്റ്റമറെ കോള് കണ്ടാൽ നമ്മൾ പറയും ഈ ഓർഡർ നമുക്ക് കേട്ടോ എന്ന് പറയും. അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇത് സെൽഫ് ടോക്കിന്റെ പ്രത്യേകത. അഫർമേഷൻസ് നമുക്ക് എപ്പോഴും നിത്യജീവിതത്തെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ പുസ്തകം തന്നെ ഉണ്ട് അഫർമേഷൻസിന് മാത്രമായിട്ട്, അല്ലെങ്കിൽ ബിസിനസിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻ തന്നെ വീഡിയോ തുടർ ദിവസങ്ങളിൽ ഇവിടെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ട് കമന്റ് ചെയ്തോളൂ. യെസ് നിങ്ങൾക്ക് വേണമെന്ന് കമന്റ് ചെയ്തോളൂ. കമന്റ് ഉണ്ടെങ്കിൽ ഞാൻ അഫർമേഷന്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് ചെയ്തുതരാം. സക്സസ് ഫ്ലോസ് മീ ഈസിലി എന്ന് പറയുന്നു. ഐ എം ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ബിസിനസ് എവറി ഡേ എന്ന്. I attract right clients and effortlessly എന്ന് പറയുന്ന പോലെ.
മൈ ബിസിനസ് ഇസ് ഗ്രോയിങ് എവറി ഡേ എന്ന് പറയുന്ന പോലുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാം. അതിനാരും എന്താ പറയുക, നോ കോസ്റ്റ്. നമ്മുടെ ബിസിനസ് സംബന്ധിച്ച് നോക്കുമ്പോൾ കോസ്റ്റ് ഉണ്ടാവാൻ പാടില്ലെന്നല്ല, നോ കോസ്റ്റ്. അത് നിങ്ങളുടെ സെയിൽസിനോടും ആൾക്കാരോടും പറയാം, അവർക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം. ഇത് വർക്കിംഗ് ആണ്, ഇറ്റ്സ് റിയലി വർക്കിംഗ് ഇൻ ലൈഫ്. നിങ്ങൾ എല്ലാത്തിനും അഫർമേഷൻ എടുത്തോളം ഇറ്റ്സ് റിയലി വർക്കിംഗ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും അത്ര വിഷയമാണ്. നാലാമത്തെ കാര്യം, ലേൺ ടു സക്സസ് എന്ന് പറയുന്നത്. ലേൺ ടു സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ സക്സസ് ആവണമെങ്കിൽ എവിടെ വരെ എത്തണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും അത്തരം ആൾക്കാരെ ബിസിനസിന്റെ മോഡൽസിൽ കണ്ടിട്ട് അവരിൽ നിന്ന് പഠിക്കുകയും വേണം. നിത്യജീവിതത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ബിസിനസ് എപ്പോഴും കോമ്പറ്റീഷൻ നിറഞ്ഞ കാര്യമാണ്. എങ്ങനെ അതിന് ടാക്കിൾ ചെയ്യാം, പുതിയ സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഈ സാധനം എന്റെ ബിസിനസ്സിൽ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്നും അറിഞ്ഞുകൊണ്ടേയിരിക്കണം. സ്റ്റഡി സക്സസ്ഫുൾ ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് അപ്ലൈ ദം. അതോടെയാണ് നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്നത്. കാരണം നമ്മൾ പല കാര്യങ്ങളും പഠിച്ചും അനുഭവിച്ചും വന്ന സാധനങ്ങൾ പറയുന്നു. ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളും സക്സസ് ആകുമ്പോൾ നിങ്ങളും അത് നമ്മളോട് പറയുക, സാർ ഇന്ന് ബിസിനസ് നിങ്ങളുടെ സാറ് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്തപ്പോൾ ഇത്ര എനിക്ക് സക്സസ് ആയി. അത് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവും. അങ്ങനെ ലേൺ ഓൾവേസ് അബൌട്ട് ദ ബിസിനസിനെ പറ്റി പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് മെന്റേഴ്സ്, ബുക്സ് ആൻഡ് കോഴ്സ് ടു ഇലാവേറ്റ്. നമ്മൾ എപ്പോഴും നമ്മളെ ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള മെന്റേഴ്സ് ആവാം. കാരണം എല്ലാവർക്കും എല്ലാം ആവാൻ പറ്റില്ല. നമുക്ക് നമ്മുടേത് ലിമിറ്റേഷൻസ് ഉണ്ടാവും. മറ്റുള്ളവർ വേറെ ഏതെങ്കിലും കാര്യത്തിൽ എക്സ്പേർട്ട് ആയിരിക്കും. അവനെ നമ്മൾ മെന്ററായിട്ട് ഉപയോഗിക്കണം, ഒരു ഹെൽപ്പറായിട്ട്, എന്താ പറയുക, അവരുടെ അഡ്വൈസ് വാങ്ങിക്കണം, ബുക്സുകൾ വായിക്കണം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബുക്സ്, പല പല ഐഡിയാസും അതിനകത്ത് കിട്ടും. അതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ അറ്റൻഡ് ചെയ്യണം. വെരി എക്സ്പെൻസീവ് എന്നല്ല, ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഇതുപോലെ ഇഷ്ടം പോലെ കിട്ടും. ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരണം. നമ്മുടെ എലിവേറ്റ് യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയും. നമ്മുടെ മൈൻഡ് സെറ്റ് ഉയർത്തിക്കൊണ്ടേയിരിക്കണം. അതനുസരിച്ച് നമ്മുടെ എമൗണ്ടും കൂടും, നമ്മുടെ ബിസിനസ്സും കൂടുമെന്ന് ടേക്ക് ഇറ്റ് ഫ്രം. അഞ്ചാമത്തെ കാര്യം, ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയും. അതായത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇൻസ്പയർഡ് ആക്ഷനിലാണ്. നമ്മുടെ ആക്ഷൻ വളരെ കൃത്യമായിരിക്കണം. നമ്മുടെ ആക്ഷൻ ക്ലിയർ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ശരിയാവില്ല. അപ്പോ നമ്മൾ എടുക്കുന്ന ആക്ഷനിൽ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ ഉണ്ടാക്കുകയും നമ്മൾ ആക്ഷൻ എടുക്കുകയും വേണം. എന്തെങ്കിലും ചെയ്യുക എന്നതല്ല ബിസിനസ്. യുക്തമായ കാര്യങ്ങൾ യുക്തമായ സമയത്ത് ചെയ്യുക. ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈം എന്ന് പറയും. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് അഡാപ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ സക്സസിനെ മാത്രം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുക. ഇത് 100% പോസിബിളായ കാര്യമാണ് എന്നതാണ്. 100% പോസിബിളായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയും ബിസിനസ്സിൽ 100% സക്സസ് ആവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ചെയ്യും എന്ന് 100% ഉറപ്പാണ്. ഈ 5 കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതി വെച്ചോളൂ, എന്നിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. മോർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിച്ചോളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു ദിവസത്തെ അടുത്ത ക്ലാസ്സുമായി കാണാമെന്ന് മാത്രം ഓർപ്പിച്ച് ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.